നമസ്കാരം. സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന കനത്ത മഴയിൽ പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മധ്യ തെക്കൻ ജില്ലകൾ. വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളും ഇതിനിടയിൽ നടന്നുവരുന്നുണ്ട്. കൂട്ടയ്ക്കലിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡായ മ്ലാക്കരയിൽ നിന്ന് 10 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഈ പ്രദേശത്ത് നിന്ന് ഏന്തയാർ ജെ മർഫി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് ഇവരെ മാറ്റിയത്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൽസി അഗസ്റ്റിൻ, മുണ്ടക്കയം SHO സജീവ് കുമാർ, വാർഡ് മെമ്പർ രാജിമോൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, യുവജന സംഘടനാ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായത്. കിലോമീറ്ററുകളോളം ദുർഘടവും അപകടം നിറഞ്ഞതുമായ വഴികളിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം മ്ലാക്കരയിലെത്തി കുടുംബങ്ങളെ സുരക്ഷിതമായി ക്യാമ്പിലേക്ക് എത്തിച്ചത്. മറ്റൊരു സംഭവത്തിൽ എരുമേലി കൊരട്ടിയിൽ വെള്ളം കയറി വീടിനുള്ളിൽ കുടുങ്ങിയ 5-അംഗ കുടുംബത്തെ ഫയർഫോഴ്സ് സംഘം സാഹസികമായി രക്ഷപ്പെടുത്തി. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്നെത്തിയ സ്കൂബ ടീമും സംയുക്തമായി നടത്തിയ ഇടപെടലിലാണ് ഇവരെ പുറത്തെത്തിച്ചത്. വെള്ളക്കെട്ടിൽപ്പെട്ട കുടുംബാംഗങ്ങളെ പിന്നീട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. അതേസമയം എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നീരൊഴുക്ക് ശക്തമായതോടെ മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് അപകടനില കടന്നു. ഇരു നദികളുടെയും കാളിയാറിന്റെയും തീരപ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയിലെ കാളിയാറിലും ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവൽ പിന്നിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴയാറിൽ 11.93 മീറ്ററാണ് അപകടനിലയെന്നിരിക്കെ ജലനിരപ്പ് 12.52 മീറ്ററായി ഉയർന്നു. തൊടുപുഴയാറിൽ അപകടനിലയായ 11.79 മീറ്ററും കടന്ന് ജലനിരപ്പ് 12.46 മീറ്ററിലെത്തി. കാളിയാറിൽ ജലനിരപ്പ് 13.41 മീറ്ററാണ്. നദികളിൽ ഇറങ്ങുന്നതും മുറിച്ചു കടക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ താലൂക്ക് ദുരന്ത നിവാരണ അതോറിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിൽ KSRTC ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. MC റോഡിൽ തിരുമൂലപുരം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ പ്രളയജലം കയറിയതാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാൻ കാരണം. തിരുവല്ല ചെങ്ങന്നൂർ ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരുടെ അടിയന്തര വിവരങ്ങൾക്ക് ഡിപ്പോ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. മധ്യ തിരുവിതാംകൂറിലും മലയോര മേഖലകളിലും പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ പ്രധാന നദികളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള, കോഴഞ്ചേരി, പന്തളം, ഉപ്പുകുട്ടനാട് എന്നീ മേഖലകളിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഉപറോഡുകൾ ഭൂരിഭാഗവും മുങ്ങിയതോടെ ഗ്രാമീണ മേഖലകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തി. പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ മൊത്തം 80 സെന്റിമീറ്ററും അരുവിക്കര അണക്കെട്ടിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ നിലവിലെ 120 സെന്റിമീറ്ററിന് പുറമെ 80 സെന്റിമീറ്റർ കൂടി ഉയർത്തി ആകെ 200 സെന്റിമീറ്ററും ആക്കി മാറ്റും. കരമനയാറിന്റെയും അണക്കെട്ടുകളുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർദ്ദേശിച്ചു. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ വിവിധ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പമ്പ, കോട്ടയത്ത് മീനച്ചിൽ എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ടും, കോട്ടയത്തെ മണിമല, എറണാകുളത്ത് കാളിയാർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ സന്നദ്ധരാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു.